ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ വരെയാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ കുറച്ച് പോയിന്റ്സിൽ അനലിറ്റിക് അല്ലാതെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ എഫിന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പറയാൻ പറ്റും. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾ ഇങ്ങനെയായിരുന്നു: എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ ജെ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു ജെ. ദിസ് ഇസ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് ഇസഡ് അറൗണ്ട് ഇസഡ് നോട്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാം എഫിന് നമ്മൾ 2-3 സിംഗുലാരിറ്റി, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, അതുപോലെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് അല്ലാതെ വരുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ സിംഗുലാർ പോയിന്റ്സ് രണ്ട് തരത്തിലുണ്ട്: ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സും അതുപോലെ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സും. ഇനി ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് തന്നെ 3 തരമുണ്ട്. ഒന്ന് റിമൂവബിൾ സിംഗുലാരിറ്റി, അടുത്തത് പോൾ, അടുത്തത് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇങ്ങനെ 3 തരം നമുക്ക് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട്. അതിൽ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുമ്പം ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന് നെഗറ്റീവ് പവേഴ്സ് ഒന്നുമില്ല എങ്കിൽ, അതായത് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന്റെ നെഗറ്റീവ് പവേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കതിനെ റിമൂവബിൾ ഇസഡ് നോട്ട് എന്ന് പറയുന്ന റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. അതുപോലെ തന്നെ നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് മിനിമം പോയി, അതായത് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു എം ആണ് ഏറ്റവും ചെറിയ ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന്റെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന്റെ നെഗറ്റീവ് പവർ എങ്കിൽ നമുക്ക് പറയാം ഇസഡ് നോട്ട് ഇസ് എ പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻഫിനിറ്റ്ലി മെനി നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇസഡ് നോട്ട് ഇസ് എ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയാം. അങ്ങനെ 3 തരം സിംഗുലാരിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് വേണ്ടത് റെസിഡ്യൂ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. റെസിഡ്യൂ എന്താണെന്ന് നോക്കാം. നമ്മളൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് ഇസഡ് അറൌണ്ട് എ പോയിന്റ് ഇസഡ് നോട്ട് എഴുതുമ്പോൾ നമുക്ക് സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ ജെ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു ജെ എന്നാണ് നമ്മൾ എഴുതാറ്. ഈ എക്സ്പാൻഷനിൽ, ഇങ്ങനെ എഴുതുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ കുറേ കോഎഫിഷ്യൻസ് കാണുമല്ലോ. എ -1 z minus z naught the whole raised to -1 plus a naught z minus z naught the whole raised to 0 plus a1 z minus z naught the whole square plus etc എന്ന് പറഞ്ഞ പോകുന്ന എക്സ്പാൻഷൻ ആയിരിക്കുമല്ലോ നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് ഇസഡ്. അതിൽ a-1, അതായത് this a, the coefficient of z minus z naught the whole raised to -1 നെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് വിളിക്കുന്നത്. The coefficient a-1 of 1 by z minus z naught in the Lorentz series expansion of f around z naught is called residue of f at z naught. എന്നാൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? residue of f at around z naught എന്ന് വിളിക്കാം, അല്ലെങ്കിൽ res of z naught എന്ന് വിളിച്ചാലും എങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, രണ്ട് തരത്തിൽ നമുക്ക് റെസിഡ്യൂ ഓഫ് f at z naught നെ നമുക്ക് സൂചിപ്പിക്കാം. ഇനി നമുക്കൊരു തിയറം പഠിക്കാനുള്ളത് റെസിഡ്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതാണ്. റെസിഡ്യൂ നമ്മുടെ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഒരു പോൾ ഓഫ് ഓർഡർ എം ആണെങ്കിൽ നമുക്ക് പറയാം റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് 1 by m-1 ഫാക്ടോറിയൽ d raised to m-1 by d z raised to m-1 z minus z naught the whole raised to m f of z ആണെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എഫ് ഓഫ് ഇസഡിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാം. സിമ്പിൾ പ്രൂഫാണ്. ആദ്യം നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് ഇസഡ് എഴുതുന്നു. ഇത് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്, ഇസഡ് നോട്ട് എന്ന് പറഞ്ഞത് പോൾ ഓഫ് ഓർഡർ എം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് പവർ ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്തായിരിക്കും? ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു എം ആയിരിക്കും. ഇതിന് ശേഷമുള്ള ടേംസ് എല്ലാം 0 ആണ്. അതായത് a-m+1 അത് 0 ആണ്. അതുപോലെ a-(m+2) 0 ആണ്. അങ്ങനെയുള്ള ഇനി അങ്ങോട്ടുള്ള കോയിഫിഷ്യൻസ് എല്ലാം ഹയർ, ഇതിനെക്കാട്ടിൽ ഹയർ നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന്റെ കോയിഫിഷ്യൻസ് എല്ലാം 0 ആയി പോവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സീരീസ് എഫ് ഓഫ് ഇസഡിനെ എങ്ങനെ എഴുതാം? a-1 by z minus z naught the whole raised to m plus etc plus a-2 z minus z naught the whole square plus a-1
by z minus z naught plus a1 plus a0 plus a1 into z minus z naught plus etc. എന്ന് പറഞ്ഞ് നമുക്ക് f of z നെ എഴുതാം. സിൻസ് f of z has pole of order m around z naught, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി ഈ എക്സ്പ്രഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കേ, നമ്മുടെ ആ ഡിറൈവ് ചെയ്യുന്ന ഫോമിലേക്കകത്ത് f of z into z minus z naught the whole raised to m ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോമിലേക്കകത്ത് z minus z naught the whole raised to m വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, z minus z naught the whole raised to m into f of z is equal to a minus m plus etc plus a minus 2 z minus z naught the whole raised to m minus 2 plus a minus 1 z minus z naught the whole raised to m minus 1 plus a naught z minus z naught the whole raised to m plus a1 z minus z naught whole raised to m plus 1 plus etc എന്ന് വരും. നിങ്ങൾ എന്താ ചെയ്യുക, അവിടെ ലിമിറ്റ് ഡെറിവേറ്റീവ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് m മൈനസ് 1 ടൈംസ് ടു ഡിറൈവ്. നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട എക്സ്പ്രഷനകത്തും എന്താണുള്ളത്, ഡി എം മൈനസ് 1 ബൈ ഡി സെഡ് റേസ് ടു എം മൈനസ് 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ m മൈനസ് 1 ടൈംസ് ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും RHSലും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കോൺസ്റ്റന്റ് ടേം 0 ആയി പോകും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ a മൈനസ് m plus 1 എന്ന് പറഞ്ഞ ടേം ആയിരിക്കും. അപ്പോൾ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഈ ആളങ്ങ് 0 ആയി പോകും, എക്സെട്ര എന്ന് പറഞ്ഞിട്ട് m മൈനസ് 1 ടൈംസ് ആണ് നമ്മൾ ഡെറിവേഷൻ എടുക്കുന്നത്. അപ്പോൾ എവിടം വരെ 0 ആയി പോകും, a മൈനസ് 2 എന്നുള്ള ഈ ടേം വരെ m മൈനസ് 1 ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് 0 ആയി പോകും. ബാക്കി എന്തുണ്ട്, m മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു a മൈനസ് 1. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, a minus 1 into m minus 1 z minus z naught the whole raised to m minus 2. അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, a minus 1 into m minus 1 into m minus 2 into z minus z naught the whole raised to m minus 3. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. So this will become m minus 1 factorial a minus 1 plus m factorial a naught z minus z naught plus m plus 1 by 2 factorial z minus z naught the whole square plus etc എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് അപ്ലൈ ചെയ്യുക. അപ്പം എന്ത് സംഭവിക്കും, ഈ ടേംസും ഇതെല്ലാം z നോട്ടിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ z നോട്ട് മൈനസ് z നോട്ട് വരും, ഈ ടേം 0 ആയിപ്പോൾ. അതുപോലെ ഇവിടെ z നോട്ട് മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ വരും, അത് 0 ആയിപ്പോൾ. ബാക്കി എന്ത് മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ, m മൈനസ് 1 ഫാക്ടോറിയൽ a മൈനസ് 1 വരും. നമുക്ക് എന്താ വേണ്ട, ഈ a മൈനസ് 1 ആണ് നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് a മൈനസ് 1 മാത്രം എഴുതിയാൽ മതി. a മൈനസ് 1 ഇസ് റെസിഡ്യൂ ഓഫ് f at z നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് 1 ബൈ ഈ m മൈനസ് 1 ഫാക്ടോറിയൽ ഇപ്പുറത്തേക്ക് പോകും, 1 ബൈ m മൈനസ് 1 ഫാക്ടോറിയൽ d റേസ് ടു m മൈനസ് 1 ബൈ d z റേസ് ടു m മൈനസ് 1 into z മൈനസ് z ഹോൾ റേസ് ടു m f of z എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക, പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ വേണ്ടി വരും. ഇനി അടുത്തത് റെസിഡ്യൂ തിയറം, വളരെ ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. അപ്പം ഈ തിയറം നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങളൊരു ഫിഗറും കൂടെ വരയ്ക്കണമായിരുന്നു. ഇഫ് C is a simple closed positively oriented contour and F is inside and on C except at the points Z1, Z2, etc. Zn. Inside C, then integral over C f of z dz equal to 2 pi I in summation j equal to 1 to n residue at f of f at zj. അപ്പോൾ നമ്മളതിന് ഫിഗർ വെച്ചിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് ഈ റെസിഡ്യൂ തിയറം മനസ്സിലാക്കാം. നമ്മുടെ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് സിമ്പിൾ ക്ലോസ്ഡ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂറിനകത്ത് സി എന്ന് പറഞ്ഞ സിമ്പിൾ ക്ലോസ്ഡ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂർ ആണ്. അതിൽ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, എക്സെപ്റ്റ് സം പോയിന്റ്സ് Z0 അതല്ലെങ്കിൽ Z1, Z2 അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മുടെ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, Z4 എക്സെട്ര അങ്ങനെ കുറേ പോയിന്റ്സിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് അല്ലാതെ വരുന്നുണ്ട്. ബാക്കി എല്ലാ പോയിന്റ്സും നമ്മുടെ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് dz എന്ന് പറഞ്ഞാൽ 2 pi I സമ്മേഷൻ j ഈക്വൽ ടു 1 to n റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ZJ. ഇങ്ങനെയാണ് നമുക്ക് ഈ ഇന്റഗ്രൽ കിട്ടുക. അപ്പം അത് നോക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഫിഗർ വരയ്ക്കുക. കോണ്ടൂർ പോസിറ്റീവ്ലി ഓറിയന്റഡ് കോണ്ടൂർ ആണ് കാണിക്കാൻ വേണ്ടി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ കൊടുക്കുക നമ്മുടെ ആ ക്ലോസ്ഡ് കോണ്ടൂർ സിക്ക്. എന്നിട്ട് നമ്മൾ ഓരോ Z1, Z2, എക്സെട്ര അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതിന് ചുറ്റും നിങ്ങൾ ഓരോ സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ നിങ്ങൾ ഓരോ പേര് കൊടുക്കുക. Z1 ചുറ്റുമുള്ള സർക്കിളിന് C1, Z2 ചുറ്റുമുള്ള സർക്കിളിന് C2, അതുപോലെ Z3 ചുറ്റുമുള്ള സർക്കിളിന് C3,
അങ്ങനെ അങ്ങനെ ഓരോ സർക്കിൾ നിങ്ങളെ പേര് കൊടുത്ത് പോവുക. ലെറ്റ് C1 നിങ്ങൾ പ്രൂഫ് എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതുക. ലെറ്റ് C1 C2 എക്സെട്ര CN ബി സ്മോൾ നോൺ ഇന്റർസെക്റ്റിംഗ് പോസിറ്റീവ്ലി ഓറിയന്റഡ്. നോൺ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ ആണ്. എല്ലാം പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾസ് ആണ് C1 C2 എക്സെട്ര C എന്നുള്ളത്. ഓക്കെ, വിച്ച് ആർ സെന്റേർഡ് at Z1 Z2 എക്സെട്ര Zn and all lying inside this contour C. Then f of Z is analytic in the region between these contour. അങ്ങനെയാണെങ്കിൽ f of Z എവിടെയൊക്കെ അനലിറ്റിക് ആണ്? ഈ കോണ്ടൂറിന്റെ ഇടയ്ക്കുള്ള റീജിയൻസിലെല്ലാം നമ്മുടെ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് ഇസഡ്. അതായത് നമുക്ക് ഈ ഒരു ഫുൾ സിയിലുള്ള ഇന്റഗ്രലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എങ്ങനെ ആക്കാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ C1 മൊത്തത്തിൽ കയറിയിട്ട് പുറത്തിറങ്ങി വരിക, തിരിച്ച് കയറുക, എന്നിട്ട് പിന്നെ തിരിച്ച് C2 വരിക, ഫുൾ കയറിയിട്ട് തിരിച്ച് ഇറങ്ങുക കൗണ്ടർ ക്ലോക്ക് വൈസ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ഇന്റഗ്രൽ ഓവർ CN എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് എന്ന് പറയാം. ഇനി ഈ ഓരോ ഇന്റഗ്രലിലെടുത്തും ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് ഇസഡ് ഡി സെറ്റിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഫംഗ്ഷൻ C1ന്റെ കേസിൽ Z1 എന്ന് പറഞ്ഞ പോയിന്റിൽ അനലിറ്റിക് അല്ലാതെ വരുന്നുണ്ട് എഫ് ഓഫ് ഇസഡ്. അപ്പം നമുക്ക് എന്ത് പറയാം? ആ പോയിന്റിലുള്ള ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ C1 എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് ഈക്വൽ ടു റെസിഡ്യൂ ഓഫ് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Z1 കിട്ടും. അതുപോലെ ഇതെന്ത് കിട്ടും? 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Z2 എന്ന് കിട്ടും അല്ലേ? കാരണം ഈ ഒരു ഫംഗ്ഷൻ C2 എന്ന് പറഞ്ഞ ക്ലോസ്ഡ് കൗണ്ടർ എടുക്കുമ്പോൾ Z2 എന്ന് പറഞ്ഞ പോയിന്റ് അനലിറ്റിക് അല്ലാതെ വരും. അപ്പം അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ത് വരും? 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Z2 എക്സെട്ര. ഈ ഒരു കേസിൽ എന്ത് വരും? CN എന്ന് പറഞ്ഞ സർക്കിളിനകത്ത് എഫ് ഓഫ് ഇസഡ് Zn എന്ന് പറഞ്ഞ പോയിന്റ് അനലിറ്റിക് അല്ലാതെ വരും. അപ്പം ആ ഒരു പോയിന്റിൽ ഇന്റഗ്രൽ എന്താണ്? 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Zn. ഓക്കെ, ഇപ്പം ഇതിന്റെ സം ആണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ്. അതിനെ നമ്മൾ ചുരുക്കി ഇങ്ങനെ എഴുതുന്നു: integral over C f of Z dz equal to 2πi summation j equal to 1 to n residue of f at Zj. ഇവിടെ സമ്മേഷനും ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ഇന്റഗ്രൽ ഓവർ സിയും കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് റെസിഡ്യൂ തിയറം. അപ്പം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു ക്ലോസ്ഡ് കൗണ്ടർ സി വരയ്ക്കുക, അതിനകത്ത് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യുക, അതിന് ചുറ്റും സർക്കിൾസ് വരയ്ക്കുക, ആ സർക്കിൾസ് എല്ലാം പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണെന്ന് മാർക്ക് ചെയ്യുക. അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഈ പാരഗ്രാഫിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് ഈക്വൽ ടു ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെക്കുക. ഈ ഓരോ കാര്യങ്ങളും 2πi റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Z1 ആണ്, ഇത് 2πi റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Z2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് ഈക്വൽ ടു സമ്മേഷൻ 2πi summation j equal to 1 to infinity residue of Zj. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇന്റഗ്രൽ ഓവർ CJ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ അത് മാഞ്ഞു പോയതായിരിക്കും. അപ്പം ഇന്റഗ്രൽ ഓവർ CJ എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ 2πi റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Zj ആണ്. അങ്ങനെ നമുക്ക് ഓരോ കേസിലും ഓരോ ജെയുടെ കേസിലും റെസിഡ്യൂ ഓഫ് Z1 Z2 എക്സെട്ര ഈക്വൽ ടു 2πi റെസിഡ്യൂ ഓഫ് Z1, അതേപോലെ Z2ന്റെ കേസിൽ 2πi റെസിഡ്യൂ ഓഫ് Z2, അങ്ങനെ ഓരോ കേസിലും അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെറ്റ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് j ഈക്വൽ ടു 1 to n റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് Zj. സമ്മേഷൻ j ഈക്വൽ ടു 1 to n റെസിഡ്യൂ ഓഫ് എഫ് അറ്റ്. ദിസ് ഇസ് റെസിഡ്യൂ തിയറം. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രോബ്ലം, ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി Z ക്യൂബ് ബൈ Z മൈനസ് 2 the whole square d z where C is a positively oriented circle mod Z minus 1 equal to 2 എന്ന് പറഞ്ഞ സർക്കിൾ ആണ്. അപ്പം ഇവിടുത്തെ നമ്മൾ കോഷി റെസിഡ്യൂ തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z ക്യൂബ് ബൈ Z മൈനസ് 2 the whole square ആണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? പോൾസ് ഓഫ് എഫ് ഓഫ് Z കണ്ടുപിടിക്കുക. അപ്പോൾ പോൾസ് എന്തൊക്കെയാണ്? ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ പോൾസ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയായിരിക്കും? ഈ കേസിൽ Z മൈനസ് 2 the whole square 0 ആവുന്ന പോയിന്റ്സ്, അതായത് Z മൈനസ് 2 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ Z ഈക്വൽ ടു 2 ആണ്. Z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞത് പോൾ ഓഫ് ഓർഡർ നോക്കിക്കേ, Z മൈനസ് 2 the whole square എന്നാണ് കിടക്കുന്നത്. അപ്പം Z ഈക്വൽ ടു 2 is a പോൾ ഓഫ് ഓർഡർ 2 എന്ന് കിട്ടും. അപ്പം
Z is equal to 2 is a pole of order 2 and പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത് നമുക്ക് തന്നേക്കുന്ന സർക്കിൾ മോഡ് Z minus 1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിളിനകത്താണോ ഈ പോള് കിടക്കുന്നത് നോക്കണം. അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ കേസിൽ എന്താണ് നോക്കിക്കേ, നമ്മൾ Z മൈനസ് മോഡ് Z മൈനസ് 1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിൾ എങ്ങനെയാണ് 1 സെന്റർ ആയിട്ടും 2 റേഡിയസ് ആയിട്ടും നമ്മൾ വരയ്ക്കുന്ന സർക്കിളാണ്. അതിനകത്ത് എന്തുണ്ട്, ഓബ്വിയസ്ലി 2 എന്ന് പറഞ്ഞ പോയിന്റ് ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർക്കിളിനകത്താണ് 2 എന്ന് പറഞ്ഞ പോയിന്റ്. therefore we have to calculate residue of f at 2 in order to find integral over c z cube by z minus 2 the whole square using residue theorem. Okay, so residue of f at z equal to 2 is equal to limit നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല എന്തായിരുന്നു, ലിമിറ്റ് z tends to z naught 1 by m minus 1 factorial d raised to m minus 1 by d z raised to m minus 1 z minus z naught the whole raised to m f of z. ഈ കേസിൽ z minus 2 the whole z is equal to 2 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. പോൾ ഓഫ് ഓർഡർ 2 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഫോർമുല വിൽ ടേൺ ടു ലിമിറ്റ് z tends to 2 1 by 2 minus 1 factorial d 2 minus 1 d z raised to 2 minus 1 into d z minus 2 the whole square into z cube by z minus 2 the whole square എന്ന് വരും. z minus 2 get cancel, you will get limit z tends to 2 d by dz of z cube എന്ന് കിട്ടും. That is, you will have limit z tends to 2 limit z tends to 2 3z square എന്ന് വരും ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും. that is, now apply the limit, you will get 3 into 2 square which is equal to 12 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ റെസിഡ്യൂ തിയറം വെച്ച് നമ്മൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കും. ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് വരികയാണ്. ട്രിഗ്നോമെട്രിക് ഇന്റഗ്രൽസ് ഓൺ 0 to pi. 0 to pi ലുള്ള ട്രിഗ്നോമെട്രിക് ഇന്റഗ്രൽസ് നമുക്ക് റെസിഡ്യൂ തിയറം വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ ഇതേപോലെ ആയിരിക്കും. ഇന്റഗ്രൽ ഓവർ 0 to 2 pi u of cos theta അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈൻ തീറ്റ കോസ് തീറ്റയിലുള്ള ഫംഗ്ഷൻ ഡി തീറ്റ എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡി സെറ്റ് ഈക്വൽ ഇ റേസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഇ റേസ് ടു ഐ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഡി തീറ്റ എന്ന് പറയുന്നത് ഡി സെറ്റ് ബൈ ഐ സെറ്റ് എന്ന് വരും. കോസ് തീറ്റ എന്ന് പറയുന്നത് ഇസെറ്റ് പ്ലസ് 1 by z by 2. കാരണം cos theta is equal to e raised to i theta plus e raised to minus i theta by 2 ആണ്. അതുപോലെ sin theta എന്ന് പറയുന്നത് e raised to i theta minus e raised to minus i theta by 2 ആയതുകൊണ്ട് എന്ത് വരും, നമ്മൾ z ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ എന്നാണ് എടുത്തത്. അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്നുള്ളത് 1 by z ആണ്. ഓക്കെ, ആ സെയിം കേസാണ് ഇവിടെയും വന്നേക്കുന്നത്. ടി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇ റേസ് ടു ഐ തീറ്റ. ഇ റേസ് ടു ഐ തീറ്റ ഇസ് ഇസെഡ്, സോ യു ഹാവ് ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് എന്ന് വന്നു. ഡി തീറ്റാനെ നിങ്ങൾക്ക് ഡി സെഡ് ബൈ ഐ സെഡ് എഴുതാം. നിങ്ങൾക്ക് കോസ് തീറ്റാനെ എന്ത് എഴുതാം, this is z plus e raised to minus I theta is 1 by z, so z plus 1 by z by 2. Similarly, sin theta is z minus 1 by z by 2. So our function of u of cos theta sin theta will become u of z plus 1 by 2 z by 1 by z the whole divided by 2 comma z minus 1 by z the whole divided by 2i into d തീറ്റയ്ക്ക് പകരം dz by iz എന്ന് വരും. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഇന്റഗ്രൽ ഓവർ 0 to 2 pi d theta by 1 plus a cos theta equal to 2 pi by root of 1 minus a square ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ, തീറ്റ അതേപോലെ കോസ് തീറ്റ അതുപോലെ 0 to 2 pi എന്ന് കണ്ടാൽ ഉടനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ പഠിച്ച ട്രിഗ്നോമെട്രിക് integrals over 0 to 2 pi എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലെ സംഭവമാണ് അപ്ലൈ ചെയ്യേണ്ടത്. immediately substitute z equal to e raised to theta, then you have dz equal to I e raised to I theta, so d theta is equal to dz by iz, so cos theta will become z plus 1 by z by 2. ഇവിടെ നിങ്ങൾക്ക് cos theta മാത്രമാണ് കൊടുത്തേക്കുന്നത്, സോ നിങ്ങൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സൈൻ തീറ്റയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ടേമിനകത്ത് നിങ്ങൾ സൈൻ തീറ്റയുടെ വാല്യൂ z minus 1 by z by 2 എന്നും കൂടി എഴുതേണ്ടി വന്നേനെ. ഓക്കെ, by 2i z minus 1 by z by 2i എന്നും കൂടി എഴുതേണ്ടി വന്നതാണ് സൈൻ തീറ്റ. പക്ഷേ ഈ കേസിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ സൈൻ തീറ്റ ഇല്ല, കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം മാത്രം എഴുതി വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, 0 to 2 pi d theta by a plus cos theta ആണ് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് മോഡുലസ് z equal to 1 dz by I z by 1 plus a z plus 1 by z the whole divided by 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, z square plus 1 by z divided by 2. ഇനി വീണ്ടും ഈ 2നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, അതുപോലെ ഇവിടുത്തെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു z വരും, അതിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2z plus az plus az square plus a the whole divided by z എന്ന് വരും. ഇവിടെ ഒരു iz ഉണ്ട്, d തീറ്റയ്ക്ക് പകരം നിങ്ങൾ എഴുതി dz by iz നകത്ത് ഒരു iz കൂടി ഉണ്ട്.
So നമുക്ക് എന്ത് കിട്ടും? This z and this z get cancel. You will have integral over mod z equal to 1 dz by I into 2z plus a z square plus a എന്ന് കിട്ടും. ഇനി f of z equal to എന്താണ്? 1 by a z square plus 2z plus a ആണ്. So poles of f are z equal to എന്തൊക്കെ കിട്ടും? Poles of f നിങ്ങൾ എന്ത് using roots of this quadratic equation നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല അപ്ലൈ ചെയ്യുക. മൈനസ് b plus or minus root of b square minus 4ac by 2a ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് 2 plus or minus root of 4 minus 4a square by 2a. നിങ്ങൾക്ക് ഈ റൂട്ടിനകത്ത് നിന്ന് ഒരു 4 കോമൺ 4 പുറത്തെടുക്കുമ്പോഴത്തേക്ക് അത് എന്തായി മാറും? 2 ആയി മാറും. So you will have minus 2 plus or minus 2 root 1 minus a square by 2a. Now this 2 ne namukku cancel cheyyam. So it will become 1 minus 1 plus or minus root of minus 1 minus a square by a. ഇനി നോക്കിക്കേ, a സ്ക്വയറിന്റെ വാല്യൂ മൈനസ് 1നും 1നും ഇടയ്ക്കാണെന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ a സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടിനകത്തുള്ള ആള് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ റൂട്ടിന് നിങ്ങൾ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക. ഇനി നിങ്ങൾക്ക് നോക്കേണ്ടത്, നമ്മൾ മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിളാണ് എടുക്കുന്നത്. അതായത് 1 സെൻറ്റർ ആയിട്ട് 0 സെൻറ്റർ ആയിട്ടും 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിളാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? റൂട്ട്സ് എന്താ കിട്ടിയത്? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ 2 ബൈ a ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും നമ്മുടെ സർക്കിളിനകത്ത് കിടക്കുന്ന പോയിന്റ്സ്? ഓക്കെ, 1 മൈനസ് 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ a എന്നുള്ളത് ആള് എന്തായാലും സർക്കിളിന് പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബിക്കോസ് സിൻസ് ദിസ് a is less than -1 ലെസ് ദാൻ a ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ -1നും 1നും ഇടയ്ക്കുള്ള ഒരാളാണ് കിടക്കുന്നത്. തന്നെയുമല്ല, നമ്മൾ ഇവിടുന്ന് -1ന് വീണ്ടും റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ എന്നുള്ളൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പം വീണ്ടും ഇത് ഗ്രേറ്റർ ദാൻ -1 വരും. സോ ഈ സർക്കിളിന് പുറത്തായിരിക്കും നമുക്ക് -1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ a എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുക. അപ്പോൾ നമുക്ക് ആകെ ഈ സർക്കിളിനകത്തുള്ള പോയിന്റ് ആരാണ്? -1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ a എന്ന് പറഞ്ഞ ആൾ മാത്രമേ ഉള്ളൂ ഈ സർക്കിളിനകത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലുള്ള റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി, മറ്റേ പോയിന്റിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് -1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ 2 വിച്ച് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ mod z is equal to 1. So residue of f at -1 plus root of 1 minus a square by a is equal to, നോക്കിക്കേ, ഇവിടെ നിങ്ങൾ റെസിഡ്യൂന്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം നമുക്ക് ഡെറിവേറ്റീവ് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡിനെ നമുക്ക് പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു രണ്ട് ഫംഗ്ഷൻസിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുവാണ്. തന്നെയുമല്ല, ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ പി ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുപോലെ ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ക്യൂ ഓഫ് ഇസഡ് 0 ആണ്. പക്ഷെ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് 0 അല്ല എങ്കിൽ നമുക്ക് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഇസഡ് നോട്ട് എന്നുള്ളത് ഇങ്ങനെ എഴുതാൻ പറ്റും, പി ഓഫ് ഇസഡ് നോട്ട് ബൈ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഈ കേസിൽ നോക്കിക്കേ, നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്താണ്? എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞത് 1 ബൈ 2z പ്ലസ് a സ്ക്വയർ പ്ലസ് നമ്മളിവിടെ എഫ് ഓഫ് ഇസഡിനെ ഇങ്ങനെയാണ് വിളിച്ചേക്കുന്നത്, 1 ബൈ a സ്ക്വയർ പ്ലസ് 2z പ്ലസ് a എന്നാണ് എഫ് ഓഫ് ഇസഡിനെ വിളിച്ചേക്കുന്നത്. ഇതിനകത്ത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്, 1 ആണ്. സോ ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായാലും ഇയാൾ 0 ആവില്ല. പിന്നെ രണ്ടാമത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളുടെ രണ്ട് റൂട്ട്സ് ആണുള്ളത്, രണ്ട് ഡിഫറെന്റ് റൂട്ട്സ് ആണ്. സോ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2az പ്ലസ് 2z 2 എന്ന് കിട്ടും. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0 അറ്റ് -1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ a. സോ നമുക്ക് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് -1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ a 1 ബൈ 2az പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് 1 ബൈ p ഓഫ് z നോട്ട് ബൈ ഡെറിവേറ്റീവ് ഓഫ് q ഓഫ് z അറ്റ് the value this point z not എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പം ദാറ്റ് ഇസ് 1 ബൈ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2az പ്ലസ് 2 എന്ന് കിട്ടും. എന്നിട്ട് അറ്റ് ദ പോയിന്റ് ഈ ഒരു പോയിന്റ് കൂടി ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ പോയിന്റിൽ റെസിഡ്യൂ കിട്ടുക. നിങ്ങൾക്ക് മറ്റേ ഫോർമുല, അതായത് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് z മൈനസ് z നോട്ട് ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറഞ്ഞ ഫോർമുല
പോൾ ഓഫ് ഓർഡർ 1ന്റെ ഫോമിലെ അപ്ലൈ ചെയ്യാം. രണ്ടായാലും സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് എന്താ ആൻസർ വരുന്നത് നോക്കാം. നമുക്ക് 1/2 in a into -1 plus root of 1 minus a square by a plus 2. So a gets cancelled and bracket open ചെയ്തിട്ട് 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു -2 plus 2 root 1 minus a square plus 2 എന്ന് കിട്ടും. -2 plus 2 ക്യാൻസൽ ചെയ്യും. That is equal to 1/2 root 1 minus a square എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ മോഡ് z ഈക്വൽ ടു 1/i f ഓഫ് z dz ഈക്വൽ ടു, നമ്മൾ f ഓഫ് z എന്ന് പറഞ്ഞത് 1/i ഒഴിച്ച ഫംഗ്ഷനാണ് f ഓഫ് z എടുത്തത്. സോ വി ക്യാൻ ടേക്ക് ദിസ് 1/i ആസ് കോമൺ പുറത്തെടുത്തു. ബാക്കി ഇതിന്റെ മൊത്തം ഇന്റഗ്രൽ എന്താണ്, 2πi റെസിഡ്യൂ ഓഫ് f at -1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ബൈ a ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടി 1/2 റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ആണ്. ഈ ഐയും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 2π ഉണ്ട്. 2π ഇൻറ്റു 1/2 റൂട്ട് 1 മൈനസ് a സ്ക്വയർ, 2 ക്യാൻസൽ ആയിപ്പോയി, ബാക്കി π ബൈ റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ. ഓക്കെ അല്ലേ? So integral over 0 to 2π d theta by 1 plus a cos theta equal to pi by root of 1 minus a square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊക്കെ വരുന്ന കേസിൽ യു ഹാവ് ടു അസ്യൂം you have to assume z equal to e raised to I theta, dz equal to I e raised to I theta d theta. So d theta is equal to dz by iz and substitute cos theta as z plus 1 by z by 2. Sin theta ആണെങ്കിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, z മൈനസ് 1 by z by 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 0 to 2π ആണ് ഇന്റഗ്രൽ കിടക്കുന്നതെങ്കിൽ ഇത് എന്തായി മാറും, മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിളായി മാറും. ഇവിടുന്ന് നിങ്ങൾ പോൾ ഓഫ് എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക. അത് ഈ മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിനകത്ത് കിടക്കുന്ന പോയിന്റ്സിലുള്ള ആ ഫംഗ്ഷൻ റെസിഡ്യൂ കണ്ടെത്തുക. പിന്നെ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇസ് ദ ഇന്റഗ്രൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ. അങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, പ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് സർട്ടൻ ഫംഗ്ഷൻസ് ഓവർ -∞. ഇത് 2-3 ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പടമാണ് വരയ്ക്കേണ്ടത്. അപ്പം പ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് സർട്ടൻ ഫംഗ്ഷൻ ഓവർ -∞ ഇന്റഗ്രൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇന്റഗ്രൽ ഓവർ -∞ ടു ∞ ഒരു സം റിയൽ നമ്പർ f ഓഫ് x dx എന്ന് പറഞ്ഞൊരു റിയൽ ഫംഗ്ഷൻ്റെ ഇന്റഗ്രലാണ് കണ്ടെത്തേണ്ടത് നമുക്ക്. പക്ഷേ അത് നമ്മളെ കോംപ്ലക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങൾ ഈ നോക്കിക്കോളുക, നമ്മുടെ ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിളിനുള്ള ഒരു കോണ്ടൂർ കൺസിഡർ ചെയ്യുക. മൈനസ് റോ ടു റോ പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയിട്ടുള്ള മൈനസ് റോ ടു റോ, അതുപോലെ 0+ എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിന്റെ മുകളിലത്തെ ഭാഗം. ഓക്കെ, അതിനെ നമ്മൾ 0+ എന്ന് വിളിക്കുന്നത്. അപ്പം മൈനസ് റോ ടു റോ പിന്നെ 0+ എന്നുള്ള ആ ഒരു ആർക്കും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഗാമ റോ എന്ന് പറഞ്ഞ കോണ്ടൂർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഗാമ റോ എന്ന് പറഞ്ഞ കോണ്ടൂർ. ഇതിന്റെ പ്രത്യേകത, ഇത് പോസിറ്റീവ് ഇമാജിനറി ആക്സിസിലാണ് ഈ 0+ എന്ന് പറഞ്ഞ ആൾ കിടക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇമാജിനറി പോൾസ് നിങ്ങൾ കണ്ടെത്തുന്ന കേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം പോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമാജിനറി വാല്യൂസ് ആണെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അല്ലാത്ത ഇമാജിനറി വാല്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടാണ് റെസിഡ്യൂ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ സി റോ പ്ലസ് എഫ് ഓഫ് ഇസഡ് dz എന്ന് എഴുതാം അല്ലേ. ഈ ഫുൾ ഗാമ റോ എന്ന് പറഞ്ഞ കോണ്ടൂറിനകത്തുള്ള ഇന്റഗ്രലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് dz എന്ന് എഴുതാം. ഇനി നമ്മളെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ -∞ ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ലിമിറ്റ് റോ ടെൻസ് ടു ∞ ഇന്റഗ്രൽ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇത് മറ്റൊന്നുമല്ല, ലിമിറ്റ് റോ ടെൻസ് ടു ∞ integral over gamma rho f of z dz minus integral over c rho plus f of z dz ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ ഒരു വാല്യൂ എല്ലാ കേസിലും നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ കേസിലും 0 ആയി പോകും. ഓരോ ലെമ്മ ഉപയോഗിച്ചാണ് ഇയാൾ 0 ആണെന്ന് നമ്മൾ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ലെമ്മ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ്, അതായത് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ സച്ച് ദാറ്റ് ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രിനെക്കാട്ടി 2 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത് ഈ ഒരു ഇന്റഗ്രൽ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ ഷോർട്ട് നമ്മൾ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ ലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാലുള്ള കാര്യം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ജോർദാൻസ് ലെമ്മ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്, എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2 ഫംഗ്ഷൻസിന് ഒരു റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും വിത്ത് ഡിനോമിനേറ്റർ ഹാവിംഗ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് റോ ടെൻസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 0 where 0 പ്ലസ് ഇസ് അപ്പർ സർക്കിൾ. ഓക്കെ, ഇത് ജോർദാൻസ് ലെമ്മ പറയുന്നത് എന്താണ്, ഇഫ് എം ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പി ബൈ ക്യൂ ഇസ് ദ കോഷ്യന്റ് ഓഫ് 2 പോളിനോമിയൽ സച്ച് ദാറ്റ്, ഇവിടെ വ്യത്യാസമുണ്ട്, ഡിഗ്രി ഓഫ് ക്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 പ്ലസ് ഡിഗ്രി ഓഫ് ക്യൂ ആണെങ്കിൽ ലിമിറ്റ് റോ ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് ഇ റേസ് ടു ഐ എം ഇസഡ് പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ 0 ആണ്, പി ബൈ ക്യൂ എന്ന് പറയുന്നത് ഒരു കോഷ്യന്റ് ഓഫ് 2 പോളിനോമിയൽസ് ആണ് സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് ക്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 പ്ലസ് ഡിഗ്രി ഓഫ് പി ആണെങ്കിൽ ലിമിറ്റ് റോ ടെൻസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി integral over 0 plus e raised to I m is that into p of z by q of z d z equal to 0 where 0 plus is a positive upper അല്ലെങ്കിൽ upper half circle of radius rho. ഓക്കെ, ദിസ് ഇസ് ജോർദാൻസ് ലെമ്മ. ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, കുറേ ക്വസ്റ്റൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഇഫ് എം ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പി ബൈ ക്യൂ ഇസ് എ കോഷ്യന്റ് ഓഫ് 2 polynomials such that degree of q is greater than or equal to 1 plus degree of p, then limit rho tends to infinity integral over 0 plus e raised to I m z p of z by q of z dz equal to 0 where 0 plus is the upper half circle of radius rho. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് റെസിഡ്യൂ തിയറം ടു പ്രൂവ് ദാറ്റ് ഇന്റഗ്രൽ ഓവർ 0 to infinity 1 by 1 plus x raised to 6 dx equal to pi by 3. This is also a previous year question. To approach this question, first consider the contour gamma rho, which is a semicircle having radius gamma റോ. അപ്പം മൈനസ് റോ ടു റോ ഉണ്ട്, അതുപോലെ 0 പ്ലസ് എന്ന് പറഞ്ഞ അപ്പർ സെമി സർക്കിൾ ഉണ്ട്. അതാണ് നമ്മുടെ ഗാമ റോ എന്ന് പറഞ്ഞ കോണ്ടൂർ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ്. ഇനി നമുക്കപ്പം പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഒരു ഇത് കാര്യം എന്താ പറയുക, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, അത് എഴുതി വെക്കുക. ഇനി എഫ് ഓഫ് ഇസഡിനെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഇപ്പം എക്സിലാണ് തന്നേക്കുന്നത് 1 by 1 plus x raised to 6 തന്നേക്കുന്നത്. നിങ്ങൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇതാണ് എഫ് ഓഫ് എക്സ് എന്നാണ് തന്നേക്കുന്നത്, നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് വിളിക്കാം. 1 by 1 plus z raised to 6 നമ്മൾ ആൻഡ് ഗാമ റോ ബി ദ കോണ്ടൂർ ഷോൺ ഇൻ ദ above figure. നമ്മൾ പഠിച്ചിരുന്നു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. നിങ്ങൾ ഇത് മാത്രം കണ്ടുപിടിച്ച് വെച്ചേക്കുക. അതിൽ ഈ ഭാഗം 0 ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു ഇതെന്ന് കിട്ടും. ഓക്കെ, ദിസ് ഫംഗ്ഷൻ വിൽ ഇസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ എന്നായിരിക്കും ആൻസറിൽ കിട്ടാൻ പോവുക. അപ്പം ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പോൾസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ കോഷി റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കും, നമ്മുടെ ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് റെസിഡ്യൂ പോൾസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇസഡ് റേസ് ടു 6 plus 1 ഈക്വൽ ടു 0 ആണ് ആവുന്ന സെഡുകളാണ് നമ്മുടെ പോൾസ് എന്ന് പറയുന്നത്. അതായത് ഇസഡ് റേസ് ടു 6 ഈക്വൽ ടു -1 വരുന്ന പോയിന്റ്സ് ആണ്. ഇസഡ് റേസ് ടു 6 ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ പൈ പ്ലസ് 2r പൈ where r equal to 0, 1, 2, 3, 4, 5, 6 etc. അതായത് z equal to e raised to I pi plus 2r pi by 6. ഇവിടെ നമ്മൾ r equal to 0, 1, 2, 3, 4, 5 വരെ എടുക്കുള്ളൂ. കാരണം 6ന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട്, വീണ്ടും സെയിം വാല്യൂസ് തന്നെ വരുന്നത് കൊണ്ട് നമ്മൾ ഈ 6 വാല്യൂസ് മാത്രമേ ഈ കേസിൽ എടുക്കുള്ളൂ. e raised to I pi plus 2r pi by 6. ഓക്കെ,
ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട്. നമ്മൾ ഈ z raised to 6 ഈക്വൽ ടു എന്നാണ് വന്നത്. ഹോൾ റേസ് ടു 1/6 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to I pi plus 2r pi by 6 എടുക്കുന്നുണ്ട്. ഇത് തന്നെ z raised to 4 plus 1 ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ z raised to 4 ഈക്വൽ ടു -1, z raised to 4 ഈക്വൽ ടു e raised to I pi plus 2r pi എന്ന് വന്നേനെ, which is equal to z equal to e raised to I pi plus 2r pi by 4 എന്ന് വന്നേനെ. where r equal to 0, 1, 2, 3 വരെ എടുക്കുള്ളൂ. കാരണം 4 കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ 4 will be equal to this value at r equal to 0 എന്ന് പറഞ്ഞ വാല്യൂന് ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്ത വാല്യൂ 5, r equal to 5 വന്നു കഴിഞ്ഞാൽ അത് 1 വാല്യൂവിന് തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ 4 വന്നുകൊണ്ടാണ് ആ കേസ്. ഇവിടെ 6 വന്നുകൊണ്ട് ഇതേപോലെ r equal to 0, 1, 2, 3, 4, 5 വരെയുള്ള വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കിക്കേ z ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? z ഈക്വൽ ടു I pi by 6, I pi by e raised to I pi 3 pi by 6, അതുപോലെ e raised to I 5 pi by 6, e raised to I 7 pi by 6, e raised to I 9 pi by 6, e raised to I 11 pi by 6 എന്ന് പറഞ്ഞുള്ള 6 വാല്യൂസ് കിട്ടി. ഇതിനകത്ത് 6 വാല്യൂസിനകത്ത് എല്ലാ വാല്യൂസും ഒന്നും നമ്മുടെ അപ്പർ സർക്കിളിനകത്ത് ലൈ ചെയ്യുന്നതല്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറഞ്ഞത് പോസിറ്റീവ് അല്ലെങ്കിൽ അപ്പർ സെമി സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ അപ്പർ സെമി സർക്കിളിനകത്ത് കിടക്കുന്ന നമുക്ക് റെസിഡ്യൂസ് അല്ല പോൾസ് മാത്രം, പോൾസിൻ്റെ അടുത്തുള്ള റെസിഡ്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. e raised to I pi by 6 എന്ന് പറയുമ്പോൾ 180/6, pi by 6 എന്ന് പറയുമ്പോൾ 180/6, അതായത് 30 ഡിഗ്രി. അതുപോലെ 3 pi by 6 എന്ന് പറയുമ്പോൾ 3 into 180/6, അതായത് 90 ഡിഗ്രി അല്ലേ. അതേപോലെ 5 pi by 6, അതായത് വീണ്ടും ഈ 1 ഡിഗ്രി. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ സെമി സർക്കിളിനകത്ത് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, പോൾസ് എന്ന് പറയുന്നത്. e raised to I pi by 6, അതുപോലെ e raised to I 3 pi by 6 എന്ന് പറയുന്നത് pi by 2 ആണ്. അതുപോലെ e raised to I 5 pi by 6. ഈ 3 വാല്യൂസ് ആണ് ഈ അപ്പർ സെമി സർക്കിളിനകത്ത് വരുന്നത്. ബാക്കി 3 വാല്യൂസിൻ്റെ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ, അതായത് ലോവർ സെമി സർക്കിളിൽ വരുന്ന വാല്യൂസ് ആണ് e raised to 7 pi by 6ഉം e raised to I 9 pi by 6ഉം e raised to I 11 pi by 6. ഈ 3 വാല്യൂസിൻ്റെ അടുത്തുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ലൈസ് ഔട്ട്സൈഡ് ആർ കോണ്ടൂർ ദാറ്റ് വി കൺസിഡർ ഗാമ റോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ 3 കാര്യങ്ങളിലെടുത്തുള്ള റെസിഡ്യൂസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ 3 കാര്യങ്ങളിലെടുത്തുള്ള റെസിഡ്യൂസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓഫ് ദിസ് പോൾസ് ഓൺലി e raised to I pi by 6, e raised to I pi by 3 pi by 6 and e raised to I 5 pi by 6 lies inside the contour gamma rho. Hence we find the residues at these poles. ഓരോ പോൾസിൻ്റെ അടുത്തുള്ള റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്നു. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇതേ ഫോർമുല ലിമിറ്റ് z tends to z0, z minus z0 into f of z എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്ത് റെസിഡ്യൂ കണ്ടുപിടിക്കാം, റെസിഡ്യൂ ഓഫ് z0. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെയുള്ള നമ്മൾ ഉപയോഗിച്ചുള്ള ഫംഗ്ഷൻ, അതായത് f of z എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എനിക്ക് p of z by q of z എന്ന് എഴുതാൻ പറ്റും. വിത്ത് p of z0 not equal to 0 and q of z0 equal to 0 but q dash of z0 not equal to 0, then residue of f at z0 is equal to p of z0 by q dash of z0 എഴുതാൻ പറ്റും. നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ആ ഒരു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഈ കേസിൽ നോക്കിക്കേ, പി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 ആണ്, ക്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 plus z raised to 6 ആണ്. അപ്പോൾ പി ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് 1 തന്നെ കിടക്കും. ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് 0 ആവില്ല. സോ അത് വെച്ച് നമുക്ക് എന്ത് പറയാം? റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് e raised to I pi by 6 എന്ന് പറയുന്നത് 1 by ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ, അതായത് 6 z raised to 5 എന്ന് കിട്ടും. 1 plus z raised to 6 ഡെറിവേറ്റീവ് 6 z raised to 5 ആണ്. ദാറ്റ് ഈസ് അങ്ങനെയാണ് നമുക്ക് ഇത് ഈ ഒരു വാല്യൂയിലേക്ക് ഡിനോമിനേറ്ററിൽ കിട്ടിയത്. അറ്റ് ദ വാല്യൂ z ഈക്വൽ ടു I raised to I pi by 6, ദാറ്റ് ഈസ് 1 by 6 e raised to minus 5 pi by 6 എന്ന് വരും അല്ലേ. നമ്മൾ ഈ സെറ്റിന് e raised to I pi by 6 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? e raised to 5 I pi by 6 ഡിനോമിനേറ്ററിൽ വരും. അത് ന്യൂമറലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് e raised to minus 5 I pi by 6 എന്ന് വരും. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ദിസ് ഇസ് നത്തിങ് ബട്ട് cos 5 pi by 6 മൈനസ് I sin 5 pi by 6 ആണ്. ഒരു 1/6 നമ്മുടെ പുറത്തുണ്ട്. 1/6 ആണ്, -1/6 അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/6 into root of 3 pi root 3/2 minus I/2 എന്ന് വരും.
That is residue of f at e raised to ഇത് ഈ ഫോമിൽ കിട്ടും. e raised to f at residue of f at e raised to I pi by 6 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/6 മൈനസ് √3/2 മൈനസ് I/2 എന്ന് കിട്ടി. അതേപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് e raised to I 3π/6. അതും എന്ത് തന്നെ കിട്ടും? ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് 1/6 ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് വരും. ദാറ്റ് ഇസ് 6 z raised to 5 അറ്റ് z ഈക്വൽ ടു e raised to I 3π/6 ഇതിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അപ്പോൾ എന്ത് കിട്ടും? e raised to I e raised to 1/6 z raised to 5 അതായത് e raised to I 3π/6 നിങ്ങൾക്ക് π/2 എന്ന് എഴുതാം. 5/2 the whole raised to 5 അതായത് 1/6 e raised to I 5π/2 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും e raised to I 5π/2 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് e raised to minus I 5π/2 എന്ന് വരും. That is nothing but cos 5π/2 minus sin 5π/2 cos 5π/2 0 ആണ്. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. അതുപോലെ sin 5π/2 നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. So you have 0 minus I. Now similarly you can find out residue of f at e raised to I 5π/6 which is equal to 1/6 z raised to 5 at z equal to e raised to I 5/6 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? e raised to minus 25 I pi/6 which is equal to cos 25 pi/6 minus I sin 25 pi/6 which is equal to 1/6 into root of 3/2 minus I/2. That is integral over gamma f of z dz equal to 2pi I into sum of residues at the 3 points which is equal to നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് 1/6 മൈനസ് √3/2 മൈനസ് I/2 പ്ലസ് അതുപോലെ 1/6 0 മൈനസ് I പ്ലസ് 1/6 √3/2 മൈനസ് I/2 നമുക്ക് 1/6 പുറത്ത് കോമൺ എടുക്കാം. ഈ മൈനസ് √3/2 പ്ലസ് √3/2 ക്യാൻസൽ ആയിപ്പോൾ I/2 അതുപോലെ ഒരു I ഉണ്ട്. മൊത്തം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് -2I എന്ന് വരും. Now you multiply this with 2pi I/6 you will get 4pi/6 which is 2/3 pi എന്ന് വരും. ഇനി നമുക്ക് അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടി. ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞത് 2/3 പൈ എന്ന് കിട്ടി. പക്ഷേ ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞത് എന്താണ്? ഡി ഇസഡ് എന്ന് പറഞ്ഞത് ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ സി റോ പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ്. ഇനി ഇതെന്താണെന്ന് നോക്കണം. ഇനി ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ 2 ലെമ്മാസ് പഠിച്ചു. എന്നിട്ട് ആദ്യത്തെ ലെമ്മ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? ഇസഡ് റേസ് ടു 6 1/z raised to 6 plus 1 ആണ്. This is our p of z, this is our q of z. Now degree of denominator, that is degree of q of z എന്ന് പറയുന്നത് 6 ആണ്. ഡിഗ്രി ഓഫ് p of z എന്ന് പറയുന്നത് 1 ആണ്. സോറി, ഡിഗ്രി ഓഫ് p of z എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒബ്വിയസ്ലി ഡിഗ്രി ഓഫ് q of z is greater than or equal to 2 plus degree of p of z ആണ്. Therefore we can say that integral over 0 plus f of z dz is equal to 0 എന്ന് പറയാം. So from this we have integral over 0 plus f of z f of x sorry the f of z dz ആണ്. f of z dz equal to 0. Therefore principal value of minus infinity to infinity f of x dx equal to limit rho tends to infinity minus rho to rho f of x dx plus sorry ഇത് ഇത്രയേ ഉള്ളൂ. which is equal to limit ഇതിൽ കുറച്ച് വെർഷൻസ് ഉണ്ട്. ലിമിറ്റ് rho tends to infinity limit rho tends to infinity എന്ത് വരും? ഇതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് മൈനസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിന് ഈക്വൽ ആണ് അല്ലേ? കാരണം ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓവർ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? നൗ ദിസ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 2/3 പൈ ആണെന്ന് കണ്ടുപിടിച്ചു. സോ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇവിടുത്തെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 plus x raised to 6 dx എന്ന് പറയുന്നത് 2/3 പൈ ആണെന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓവർ 0 to infinity 1/1 plus x raised to 6 dx ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് π/3 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം 1 plus x raised to 6 എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus x raised to 6 എന്ന് എടുത്തു. എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് തന്നെ കിട്ടും നിങ്ങൾക്ക്? 1 plus minus x the whole raised to 6 which is again equal to x 1 plus x raised to 6 which is equal to f of x. So
f of minus x equal to f of x കിട്ടിയതുകൊണ്ട് f of x is an even function. For even function integral over minus infinity to infinity f of x dx is equal to എന്താണ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ 0 to infinity f of x dx എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഹാഫ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x dx ന് തുല്യമാണ്. സോ അത് വെച്ച് നമുക്ക് എന്താ പറയാം, ഇന്റഗ്രൽ ഓവർ 0 to infinity 1 plus x raised to 6 dx എന്ന് പറയുന്നത് 1/2 ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 x raised to 6 plus 1 plus x raised to 6 dx ആണ്. That is 1/2 into 2/3 pi which is equal to pi/3. Hence we have proved the theorem. Proved the problem. Okay. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂസ് റെസിഡ്യൂ ടു ഫൈൻഡ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 3x plus 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z സ്ക്വയർ മൈനസ് 3z plus 2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ചെയ്ത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ റെസിഡ്യൂസ് ഓഫ് ദിസ് പോൾസ് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ്. അതിൻ്റെ പോൾസ് എന്ന് പറയുന്നത് z സ്ക്വയർ മൈനസ് 3z plus 2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ് ആണ്. ദാറ്റ് ഇസ് z minus 1 ഇൻറ്റു z minus 2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ് ആണ്. അതായത് z equal to 1, 2 and 1 I and minus I ഈ പോയിന്റ്സ് ആണ് നമ്മുടെ പോൾസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ പോസിറ്റീവ് സർക്കിളായ ഗാമ റോ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഡയഗ്രാം ആദ്യം വരച്ച് വെക്കുക, -ρ to റോ സീറോ പ്ലസ് ഈ ഒരു ഗാമ റോ എന്ന് പറയുന്ന സർക്കിളിനകത്ത് പോസിറ്റീവ് ഇമാജിനറി വാല്യൂസ് മാത്രം ഉള്ള ഒരു സർക്കിളാണ് നമ്മുടെ ഇത്. അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഇമാജിനറി വാല്യൂ ആയത് ഇത് ഈ സർക്കിളിൽ പുറത്താണ് കിടക്കുന്നത്. സോ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബാക്കി എന്തൊക്കെ ഇൻസൈഡ് ദ സർക്കിൾ ഉണ്ട്, ഇൻസൈഡ് ദ കോൺട്രൂർ ഗാമ റോ ഉണ്ട്, 1, 2 അതുപോലെ I എന്താണ് നമ്മുടെ ഗാമ റോയ്ക്ക് അകത്തുള്ള പോയിന്റ്സ് ആണ്. സോ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്താണെന്ന് പറയാം, 2πi റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് 1 പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് 2 പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് I ആണെന്ന് പറയാം. Therefore റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് 1 ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡ്സ് ടു 1 z minus 1 into 1 by z minus 2 into z minus 1 into z square minus z square plus 1 നമ്മുടെ ഫോർമുല. Residue of f at z naught is if z naught is a pole of order 1, z minus z limit z tends to z naught minus z naught into f of z ആണ് residue of f at z naught. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, this is equal to limit z tends to 1 z minus 1 into 1 by z minus 2 into z minus 1 into z square plus 1. z minus 1 gets cancelled. You will substitute or apply the limit. You will get 1 by 1 minus 2 into 1 square plus 1, that is 1 minus 1 by 2 എന്ന് കിട്ടും. റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് 1 ആണ്, എന്ത് കിട്ടി, minus 1 by 2. അതുപോലെ നിങ്ങൾക്ക് റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് 2 കണ്ടുപിടിക്കാം. ലിമിറ്റ് സിൻസ് 2 is also pole of order 1, you have limit z tends to 2 z minus 2 into f of z, that is 1 by z minus 2 into z minus 1 into z square plus 1, that is z minus 2 cancel ആയി പോകും. ബാക്കി എന്തുണ്ട്, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 minus 1 into 2 square plus 1 which is equal to 1 by 5. Now റെസിഡ്യൂ ഓഫ് എഫ് എറ്റ് I എന്ന് പറയുന്നത് എന്ത് കിട്ടും, z minus I into z minus limit z tends to I z minus I into 1 by z minus 2 into z minus 1 into z minus I into z plus I. Now z minus I into z plus I get cancelled. You will have 1 by I minus 2 into I minus 1 into I plus I, that is 2I into multiply the I square minus I minus 2I plus 2, that is you will have I square എന്ന് പറയുന്നത് -1 ആണ്. So -1 minus 3I plus 2, that is again 1 minus 3I എന്ന് വരും ഇൻറ്റു 2I താഴെ ഡിനോമിനേറ്ററിലുണ്ട്. അപ്പം ഇതിന് നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 plus 3I by ഡിനോമിനേറ്ററിൽ 1 minus 3I the whole square, that is minus 9, 1 minus of minus 9 വരും, അതായത് 1 plus 9 ഡിനോമിനേറ്ററിൽ വരും. സോ യു വിൽ ഹാവ് 1 plus 9 is nothing but 20 ആണ് I. സോ ദിസ് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു I ഉണ്ട്, 1/2I ഉണ്ട്, അതിനകത്ത് I നിങ്ങൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്ത് വരും, -I/20 1 plus 3I, ദാറ്റ് ഇസ് ഈ മൈനസ് ഐനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, -I minus 3I square, that is minus I plus 3 എന്ന് വരും, that is 3 minus I by 20 is our residue of f at I. ഇനി നിങ്ങൾ എന്താ ചെയ്യുക, ലിമിറ്റ് z tends to z naught integral over gamma rho f of z is equal to 2πi into sum of residues which is -1/2 plus 1/5 plus 3 minus I by 20, that is -5 LCM എടുക്കുക, ആഡ് ചെയ്യുക, you will get -6 plus 3 minus I by 20 which is equal to -3 minus I by 20 which is equal to pi I into -3 minus I by 10 എന്ന് വരും. സോ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ -infinity to infinity dx by x square minus 3x plus 2 into x square plus 1 equal to limit rho tends to infinity integral -ρ to ρ f of x dx plus integral over 0 plus
അല്ല, അതെ അല്ലേ, integral over gamma rho 1 by z square minus 3z plus 2 into z square plus 1 എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഈ കേസ് നോക്കുക, എന്താണെന്നുകൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതെന്താണ്? ഇന്റഗ്രൽ ഓവർ, ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ ഡിഗ്രി 0 ആണ്. അതുപോലെ ഡിനോമിനേറ്റർ ഡിഗ്രി എന്താണ്? ഹയസ്റ്റ് ഡിഗ്രി 4 ആണ്. സോ ഒബ്വിയസ്ലി ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് ഇസഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് ഡിഗ്രി ഓഫ് പി ഓഫ് ഇസഡ് എന്ന് കിട്ടി. സോ ബൈ ലെമ്മ യു ക്യാൻ സീ ദാറ്റ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് f of z dz, അതായത് 1 by z square minus 3z plus 2 into z square plus 1 dz equal to 0 ആണ്. ഇത് 0 ആയി പോവും. ബാക്കി എന്തുണ്ട്? this is equal to pi I minus 3 minus I by 10. That is equal to pi by 10 1 minus 3i. This is our principal value of minus infinity to infinity dx by x square minus 3x plus 2 into x square plus 1 ന്റെ ആൻസർ ആണ് ഈ തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലുള്ള തന്നെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൽ ഒരു വ്യത്യാസമുണ്ട്. ന്യൂമറേറ്ററിൽ പോളിനോമിയൽ അല്ലാതെ കോസ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഷോ ദാറ്റ് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ ഇ എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിനെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കോസിന്റെ കേസിൽ നമ്മൾ ചെയ്തത് ആ ഒരു സിമിലർ കേസാണ്. പക്ഷെ യു ഹാവ് ടു അസ്യൂം ഫസ്റ്റ് അസ്യൂം നമുക്ക് ഇവിടെ കോസ് എക്സ് ആണ് കിടക്കുക അല്ലെങ്കിൽ സൈൻ എക്സ് ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എഫ് ഓഫ് ഇസഡിനെ ഇ റേസ് ടു ഐ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1, അതായത് എക്സിനെ എല്ലാം ഇസഡ് എന്ന് വിളിക്കുക, കോസ് ഇസഡ് കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ ഇസഡ് കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുക, ഇ റേസ് ടു ഐ ഇസഡ് കൊടുക്കുക. ഇതിനൊരു കാരണമുണ്ട്, നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ഇ റേസ് ടു ഐ സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗാമ റോ എന്ന് പറഞ്ഞൊരു കോണ്ടൂർ കൺസിഡർ ചെയ്യുക. മൈനസ് ഡോട്ട് റോ പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടൂർ ആണെന്ന് കാണിക്കുക. 0 പ്ലസ് എന്ന് പറയുന്നത് അപ്പർ സെമി സർക്കിൾ ആണെന്ന് കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ തന്നേക്കുന്ന ഫംഗ്ഷന്റെ പോൾസ് ആരൊക്കെയാണെന്ന് നോക്കുക. ഈ കേസിൽ ഇസഡ് ഈക്വൽ ടു ഐയും ഇസഡ് ഈക്വൽ ടു മൈനസ് ഐയും രണ്ട് പോൾസ് ആണ്. പക്ഷേ ഇതിനകത്ത് ഇസഡ് ഈക്വൽ ടു ഐ മാത്രമേ നമ്മുടെ കോണ്ടൂറിനകത്തുള്ളൂ, കാരണം അത് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ഇമാജിനറി വാല്യൂ ആയിട്ട്. മറ്റേത് നെഗറ്റീവ് imaginary value ആണ്. So it lies outside the contour gamma rho, so we can exclude this point and find the residue of f at z equal to I. Now z equal to I എന്നുള്ള residue എന്ന് പറയുന്നത് z equal to I എന്ന് പറഞ്ഞ പോൾ ഓഫ് ഓർഡർ 2 ആണ്. കാരണം എന്തുണ്ട്, നമ്മുടെ z മൈനസ് ഇതെന്ന് പറഞ്ഞ് നോക്കിക്കേ, ഇത് ഹോൾ സ്ക്വയറിനാണ് കിടക്കുന്നത്. അതായത് z മൈനസ് ഐ ഇൻറ്റു z പ്ലസ് ഐ ദ ഹോൾ സ്ക്വയറിനാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ z ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഐ എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻസ് ടു ഐ 1 by 2 minus 1 factorial d 2 minus 1 by dz raised to 2 minus 1 into z minus 1 the whole square into f of z, that is 1 by z minus I the whole square into z plus I the whole square. ഇതാണ് നമ്മുടെ റെസിഡ്യൂ ഓഫ് പോൾ ഓഫ് ഓർഡർ 2. ഫോർമുല അപ്ലൈ ചെയ്യുക. z minus I the whole square, z minus I the whole square ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്, ഇവിടെ ഒരു ഇ റേസ് ടു ഐ സെഡ്, അതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. ഇ റേസ് ടു ഐ സെഡ് ബൈ ഇസെഡ് മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസെഡ് പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ആണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ഇ റേസ് ടു ഐ സെഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ വി ഹാവ് ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ഐ ഡി ബൈ ഡി ഇസെഡ് ഓഫ് ഇ റേസ് ടു ഐ സെഡ് ബൈ ഇസെഡ് പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഒരു ചെറിയ വ്യത്യാസമാണ്. ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ നമ്മൾ രണ്ടാമതാണ് എഴുതി വെച്ചേക്കുന്നത്. ന്യൂമറേറ്റർ അതായത് ഇസെഡ് പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ മൈനസ് എന്താണ് ന്യൂമറേറ്റർ ഇൻറ്റു, അതായത് ഇ റേസ് ടു ഐ സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതായത് 2 ഇൻറ്റു ഇസെഡ് പ്ലസ് ഐ. ഓക്കെ, എന്താ നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ഐ അപ്ലൈ ചെയ്തു. ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ഐ അപ്ലൈ ചെയ്യുക. അപ്പം എന്ത് കിട്ടും, ഇ റേസ് ടു ഐ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 2i പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു ഐ സ്ക്വയർ ഇൻറ്റു 2i ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ബൈ ഡിവൈഡഡ് ബൈ 2i ദ ഹോൾ റേസ് ടു 4. സോ യു ഹാവ് മൈനസ് ഐ ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 4i മൈനസ് ഐ e raised to minus 1 into 4 minus 4 into minus 1 the whole divided by 16, that is minus e raised to minus 1 into 4i minus I 4 e raised to minus 1 the whole divided by 16. ഇവിടെയും എന്താണ് minus 4i e raised to minus 1 ആണ്. ഇവിടെയും minus 4i e raised to minus 1 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് minus 8i e raised to minus 1 by 16 എന്ന് വരും. ഇറ്റ് is e raised to minus 1 by 2i എന്ന് വരും.
ഓക്കെ അല്ലേ? ഓക്കെ, ദിസ് ഐ ഡിനോമിനേറ്ററിൽ വന്നുകൊണ്ടാണ് മൈനസ് മാറി, പ്ലസ് ആയതും ഐ എന്തായി മാറി, -1/i ആയി മാറിയത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് റെസിഡ്യൂ ഓഫ് എഫ് എന്തായിരുന്നു? എഫ് ഐ അല്ലേ? അപ്പം അത് നമ്മൾ ആ വാല്യൂസ് കണ്ടെത്തി. അത് 1/2i ഇൻറ്റു ഇ ആണ്. ഇനി ഈ 2i ഇൻറ്റു ഇക്കകത്ത് 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി, ഐയും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എന്തുണ്ട്? π/e. സോ ഇന്റഗ്രൽ ഓവർ ഗാമ റോ e⁻⁻²+1² = π/e എന്ന് കിട്ടി. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഇന്റഗ്രൽ ഓവർ ഗാമ റോ cos z dz/z²+1² ആണ് നമുക്ക് വേണ്ടത്. അതെന്താണെന്നാ വേണ്ടത്? നോക്കിക്കേ, e⁻⁻z എക്സ്പാൻഷൻ എന്താണ്? e⁻⁻z ഇസ് നത്തിങ് ബട്ട് cos z പ്ലസ് i sin z ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ ഗാമ റോ cos z പ്ലസ് i sin z dz =z²+1² π/e എന്ന് പറയും. നോക്കിക്കേ, ഇതിനെ നമ്മൾ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ ഗാമ റോ cos z/z²+1² പ്ലസ് ഇന്റഗ്രൽ ഓവർ ഗാമ റോ i ഇൻറ്റു integral over gamma rho sin z/z²+1² dz എന്ന് വരും. നോക്കിക്കേ, equating the real parts നമുക്ക് റിയൽ പാർട്ടായ ഇന്റഗ്രൽ ഓവർ ഗാമ റോ cos z/z²+1² dz ന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്താണ്? നമ്മുടെ ഈക്വൽ ടുവിൻ്റെ അപ്പത്തുള്ള റിയൽ പാർട്ട് π/eയും LHSലുള്ള റിയൽ പാർട്ട് ഇന്റഗ്രൽ ഓവർ ഗാമ റോ cos z/z²+1² ആണ്. അപ്പോൾ നമ്മൾ ഈ റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ ഗാമ റോ cos z/z²+1² dz എന്ന് വരും. ഇസ് ഈക്വൽ ടു π/e ആണ്. So we have got integral over gamma rho cos z/z²+1 dz equal to π/e. നമ്മൾ ഇനി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓവർ -∞ to ∞ cos x²+1² dx എന്താണ്? ലിമിറ്റ് റൂട്ട് ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -2 to rho cos x/x²+1² dx പ്ലസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് cos z/z²+1² dz which is equal to limit rho tends to infinity integral over gamma rho cos z/z²+1² dz. ഇനി ഇതെന്താണെന്ന് നോക്കണം അല്ലേ? ഇത് നമ്മൾ നേരത്തെ ഒരു തിയറം വെച്ചിട്ട് P(z/Q(z) എന്നുള്ള കാര്യം, അതുപോലെ ഡിഗ്രി ഓഫ് P(z) > 2 പ്ലസ് ഡിഗ്രി ഓഫ് Q(z) > 2 പ്ലസ് ഡിഗ്രി ഓഫ് P(z) എന്നൊന്നും എഴുതി ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജോർദാൻസ് ലെമ്മയാണ്. ജോർദാൻസ് ലെമ്മ എന്താ പറയുന്നത്? നമുക്ക് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് e⁻⁻im(z) with m greater than 0 P(z/Q(z) dz എന്ന് പറഞ്ഞത് എന്താണെന്നാ പറഞ്ഞത്? P(z)ന്റെ ഡിഗ്രി, അതായത് Q(z)ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് P(z)ന്റെ ഡിഗ്രീനെക്കാട്ടിലും ഒന്ന് കൂടുതലാണെങ്കിൽ > 1 പ്ലസ് ഡിഗ്രി ഓഫ് P(z) ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ 0 ആണെന്ന് പറയാമെന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നു അല്ലേ? ജോർദാൻസ് ലെമ്മ ഇതായിരുന്നു സ്റ്റേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് e⁻⁻z/z²+1² dz 0 ആണെന്ന് പറയും. കാരണം ഇത് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് e⁻⁻z/z²+1² dz ഈക്വൽ ടു 0 ആണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് cos z പ്ലസ് i sin z/z²+1² dz എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഇതെന്താണ്? ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമ്മൾ റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്യുക, ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് cos z/z²+1 dz ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ബൈ ജോർദാൻസ് ലെമ്മ ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് cos z/z²+1² dz ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇയാൾ 0 ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ലിമിറ്റ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -ρ to ρ cos x/x²+1 dz എന്ന് പറഞ്ഞത് ഇയാളാണ്. അയാൾ എന്താണ്? അയാളുടെ വാല്യൂ ആണ് π/e. സോ principal value of integral -∞ to ∞ cos x/x²+1² dx is nothing but π/e. ഇങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തുക. അതുപോലൊരു ക്വസ്റ്റൻ ആണ് അടുത്തത്. അതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ to x cos x/x² + 9 അതിന്റെ വാല്യൂ കണ്ടെത്താനാണ്. നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക.
പിന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു എക്സും കൂടെ, എക്സ് എന്ന് പറഞ്ഞ ടേമും കൂടെ അധികമുണ്ട്. അപ്പം ഈ എക്സ് ഉള്ളിടത്തെല്ലാം നിങ്ങൾ ഇസഡ് കൊടുക്കുക, കോസ് എക്സ് ഉള്ളിടത്തെല്ലാം നിങ്ങൾ ഇ റേസ് ടു ഐ സെഡ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഇ റേസ് ടു ഐ സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 കിട്ടും. ഇവിടെ നിങ്ങൾ എഫിന്റെ പോൾസ് കണ്ടുപിടിക്കുക. നിങ്ങൾ ആദ്യം ഈ കോണ്ടൂർ വരയ്ക്കുക, മൈനസ് റോ ടു റോ പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണെന്ന് കാണിക്കാൻ ആരോ മാർക്ക് ചെയ്യുക, 0 പ്ലസ് എഫ് ഗാമ റോ എന്ന് പറഞ്ഞ കോണ്ടൂർ ആണെന്ന് കാണിക്കുക. ഇനി നോക്കിക്കേ, ഇതിന്റെ പോൾസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ഓ മൈനസ് 3i എന്ന് കിട്ടും. അത് 3i മാത്രമേ ഉള്ളൂ ഈ കോണ്ടൂറിനകത്തുള്ളത്. മൈനസ് 3i ഈ കോണ്ടൂറിന് പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3i എന്ന് പറഞ്ഞ പോസിറ്റീവ് ഇമാജിനറി വാല്യൂവിൽ മാത്രമുള്ള റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് 3i എന്ന് പറഞ്ഞാൽ ലിമിറ്റ് z ടെൻസ് ടു 3i z മൈനസ് 3i ഇൻറ്റു z ഇ റേസ് ടു ഐ സെഡ് ബൈ z മൈനസ് 3i ഇൻറ്റു z പ്ലസ് 3i. ഇനി z മൈനസ് 3i z മൈനസ് 3i ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? ബാക്കി എന്ത് വരും? 3i ഇ റേസ് ടു, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 3i ഇ റേസ് ടു ഐ 3i ബൈ 6i ദാറ്റ് ഇസ് 1/2 ഇ റേസ് ടു മൈനസ് 3 എന്ന് വരും. ഇനി ഇന്റഗ്രൽ ഓവർ ഗാമ റോ ഇസഡ് ഇ റേസ് ടു ഐ ഇസഡ് ഇ സെഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2πi 1/2 ഇ റേസ് ടു മൈനസ് 3 എന്ന് കിട്ടും. അത് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു ഐ സെഡ് നിങ്ങൾക്ക് കോസ് സെഡ് പ്ലസ് ഐ സൈൻ സെഡ് ഡി സെഡ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 which is equal to I pi e raised to minus 3. Now you have to find out the value of integral over gamma rho z cos z by z square plus 9 dz ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇത് ഈ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ ഈ ഭാഗത്തുള്ള റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ ഗാമ റോ z cos z by z square plus 9 dz ആണ്, which is equal to എന്ത് കിട്ടും നിങ്ങൾക്ക്? ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലുള്ള റിയൽ പാർട്ട് 0 ആണ് അല്ലേ, ഇമാജിനറി പാർട്ട് മാത്രമുള്ള വാല്യൂ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത്. സോ ഇൻ ദിസ് കേസ് യു വിൽ ഹാവ് ഇന്റഗ്രൽ ഓവർ ഗാമ റോ z cos z by z square plus 9 dz is equal to 0 എന്ന് കിട്ടി. ഇക്വേറ്റിംഗ് റിയൽ പാർട്സ് യു വിൽ ഹാവ് ഇന്റഗ്രൽ ഓവർ ഗാമ റോ z cos z by z square plus 9 dz equal to 0. ബൈ ജോർദാൻസ് ലെമ്മ നമുക്ക് എന്തും കൂടി പറയാം, ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് z e raised to i z dz ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 എന്ന് പറയുന്നതും 0 ആണെന്ന് പറയാം. കാരണം ഇവിടെ എന്ത് തന്നെയാണ്, ഇവിടെ ഡിഗ്രി ഓഫ് പി ഓഫ് ഇസഡ്, അതായത് ഡിഗ്രി ഓഫ് ഇസഡ് ഇറേസ് ടു ഇസഡ് ഡിഗ്രി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 ആണ്, ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഓഫ് ഇസഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് ഡിഗ്രി ഓഫ് പി ഓഫ് ഇസഡ്, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എം ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ, ഇറേസ് ടു ഐ ഇസഡിനകത്ത് എമ്മിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് ബൈ ജോർദാൻസ് ലെമ്മ ഇസഡ് ഇ റേസ് ടു ഐ സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 ഡി സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് യു വിൽ ഹാവ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് ഇസഡ് കോസ് ഇസഡ് ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 9 എന്ത് തന്നെയാണ്? 0 എന്ന് പറയാം അല്ലേ. അപ്പം ഇതും 0 എന്ന് കിട്ടി. അതുപോലെ നമ്മൾ ഇത് ജോർദാൻസ് ലെമ്മ വെച്ചിട്ട് ഈ ഒരു ആള് 0 ആണെന്ന് പറയാം. അപ്പം പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 dx എന്ന് പറയുന്നത് ലിമിറ്റ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് റോ ടു റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഗാമ റോ എഫ് ഓഫ് എക്സ് ഡി സെഡ് മൈനസ് ഇന്റഗ്രൽ ഓവർ 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇയാൾ 0 ആണ്, ഇയാളുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി 0 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 ഡി എക്സ് ഈക്വൽ ടു 0. ഏകദേശം എല്ലാ പോർഷൻസും ഈ സെക്ഷനിൽ കവർ ആയിട്ടുണ്ട്. നമുക്കിതോടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.